മുൻ കോൺഗ്രസ് നേതാവ് മമ്പ്രം ദിവാകരൻ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. ഇത്തവണ LDF-നും BJP-ക്കുമെതിരെയാണ് മത്സരം എന്ന് മമ്പ്രം ദിവാകരൻ. 2 വർഷമായി പാർട്ടിയിൽ തിരിച്ചെടുക്കാത്തതിൽ കടുത്ത പ്രയാസമുണ്ടെന്നും താനൊരിക്കലും BJP-യിലേക്ക് പോകില്ലെന്നും മമ്പ്രം ദിവാകരൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ മൂക്കാതെ പഴുത്ത നേതാവാണെന്നും മമ്പ്രം ദിവാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാനേതായാലും മത്സരിക്കുന്നുണ്ട്, സ്വതന്ത്ര കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഈ 2 കൊല്ലം 3 മാസമായി ഞാൻ കോൺഗ്രസിൽ നിന്ന് എന്നെ ആരും ഇത് ചെയ്യാറില്ല, എന്നെ വന്ന് കാണാറില്ല, എന്നെ ആരും ഒന്നിനും പരിപാടിക്ക് വിളിക്കാറില്ല. ആത്മജ എന്ന് പറഞ്ഞാൽ അതെല്ലാം മൂക്കാണ്ട് പഴുത്ത സാധനങ്ങൾ. അവളെല്ലാം എന്ത് കോൺഗ്രസ്, ഭൂരിപക്ഷം ഹിന്ദു വർഗീയതയും ന്യൂനപക്ഷങ്ങളും തമ്മിലൊരു സംഘടന ഉണ്ടായാൽ ഇന്ത്യയുടെ പുരോഗതി ഒരു ദിവസം കൊണ്ട് കത്തിപ്പോകും, അറിയാം നിങ്ങൾക്ക്. അതുപോലെ ഏകാധിപത്യ പ്രവണതയുടെ CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവര് രണ്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനം എനിക്ക്. അർജുൻ കല്യാട്, അർജുൻ, വാക്കുകൾ കേട്ടിട്ടൊരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലാണ് തോന്നുന്നത്. അതായത് കോൺഗ്രസിൽ തന്നെ തിരിച്ചെടുക്കുക. തീർച്ചയായിട്ടും നികേഷ്, അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു സമ്മർദ്ദത്തിലൂടെ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്താനുള്ള വഴി തുറക്കുകയാണ് മമ്പ്രം ദിവാകരൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമായി മമ്പ്രം ദിവാകരൻ പാർട്ടിക്ക് പുറത്താണ്. ഇന്ദിരാ സഹകരണ ആശുപത്രിയുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും മറ്റ് സംഘടനാ പ്രശ്നങ്ങളിലും കാരണമാണ് മമ്പ്രം ദിവാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രനായി മത്സരിക്കുകയും കൂടുതൽ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് മമ്പ്രം ദിവാകരൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായ രീതിയിൽ സുധാകരൻ്റെ എതിരാളികളായി ഇപ്പോൾ തന്നെ മമ്പ്രം ദിവാകരൻ ഒരുപക്ഷെ സ്വതന്ത്രനായി നോമിനേഷൻ കൊടുക്കുന്ന നടപടികളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ 2 മുൻ കോൺഗ്രസ് നേതാക്കൾ NDA സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്ന C രഘുനാഥും അതുപോലെ തന്നെ മമ്പ്രം ദിവാകരനും എത്തുകയാണെങ്കിൽ പരമ്പരാഗതമായി കോൺഗ്രസ് അനുകൂലമായി ചെയ്യാവുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് വീഴുന്ന വോട്ടുകൾ പലതും മാറി ഇവർ 2 പേരിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അത് സുധാകരൻ്റെ വിജയ സാധ്യതയെ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു അനുനയ നീക്കത്തിന് തയ്യാറാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയുടെ ഭാഗം തന്നെയാണ് മമ്പ്രം ദിവാകരൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി ഈ ഘട്ടത്തിൽ എത്തുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ താൻ 2 വർഷമായി പാർട്ടിയിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പരിപാടിക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അറിയിക്കുകയോ പോലും ചെയ്യാത്ത ഒരു നടപടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ താൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുധാകരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി ആയി നിശ്ചയിച്ചു എന്ന വാർത്ത വന്നതോടുകൂടിയാണ് മമ്പ്രം ദിവാകരൻ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ കൂടി താൻ BJP-യിലേക്ക് പോവില്ല എന്നുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷേ അതൊരു പക്ഷേ നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതിന് ശേഷം വളരെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ BJP-യിലേക്ക് പോകുന്ന സ്ഥിതി. പക്ഷേ മമ്പ്രം ഇത്രയും കാലമായി പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ട് പോലും മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ ചേക്കേറുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ ഇത്തരത്തിൽ നേതാക്കന്മാർ പോവുകയാണെങ്കിൽ കോൺഗ്രസിന് വെല്ലുവിളിയാകും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് മമ്പ്രം ദിവാകരൻ ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പ്രത്യേകിച്ച് സുധാകരന് മുന്നിൽ വിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക സുധാകരനും ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. 100 വോട്ടാണെങ്കിൽ പോലും അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. അത് മമ്പ്രം പിടിച്ചു കഴിഞ്ഞാൽ സുധാകരൻ്റെ വിജയ സാധ്യതയ്ക്ക് അതൊരു മങ്ങലേൽക്കുന്ന സാധ്യതയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ അടക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനിയുള്ള കാര്യം. എന്തായാലും മമ്പ്രം ദിവാകരൻ ഈ ഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഇനി ഇടപെടുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. നികേഷ്, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.